നോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിസന്ധിയിലേക്കാണ് അടുത്ത മാസം മുതൽ സർക്കാർ പോകാൻ തുടങ്ങുന്നതെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ശമ്പളം ഈ മാസം നൽകാനാകും, എന്നാൽ അടുത്ത മാസം മുതൽ ഇക്കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഐസക് പറഞ്ഞു. നികുതി വരുമാനത്തിലും സർക്കാരിന് വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. വിവരങ്ങളുമായി അലക്സ് ചേരുന്നുണ്ട്. അലക്സ്, ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ പ്രതിസന്ധിയെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ധനമന്ത്രി പറഞ്ഞത്? സൗമ്യ, അല്പം മുമ്പ് എറണാകുളത്താണ് ധനമന്ത്രി തോമസ് ഐസക് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് ഈ അപ്രതീക്ഷിതമായ കറൻസി നിരോധനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ മോശമാക്കുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്നാൽ ഡിസംബർ മാസം മുതൽ സർക്കാരിന്റെ ശമ്പളം നൽകൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ താളം തെറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെല്ലാം കാരണം മോദിയുടെ ദുർവാശിയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കാരണം മോദിയോട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോട് സർക്കാർ വായ്പ ചോദിച്ചിട്ട് പോലും നൽകുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു അനുകൂല നിലപാടെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. കൂടാതെ സർക്കാരിന് അടുത്ത മാസം, അതായത് ഡിസംബർ മാസം ലഭിക്കേണ്ട നികുതി വരുമാനത്തിൽ, സർക്കാരിന് ലഭിക്കേണ്ട വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന്, പല വിധത്തിലുള്ള വരുമാനത്തിൽ ഇടിവുണ്ടാകാൻ പോകുമെന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കിയത്. ഡിസംബർ 30 വരെ ഈ പഴയ നോട്ടുകൾ മാറാൻ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ എന്തുണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. കൂടാതെ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഈ നേരത്തെ കള്ളപ്പണ വേട്ടയെക്കുറിച്ച് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത് ക്യാഷ്ലെസ് എക്കോണമിയെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം വ്യക്തമാക്കിയ മറ്റൊരു കാര്യമുണ്ട്. അതായത് പണമിടപാടിന്റെ 3% പ്ലാസ്റ്റിക് കാർഡ് വഴിയാക്കിയ രാജ്യങ്ങൾ ഉണ്ട്. ഈ രാജ്യങ്ങളൊന്നും കറൻസി നിരോധിച്ചുകൊണ്ടല്ല ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നതൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഗീതാ ഗോപിനാഥിന്റെ അഭിപ്രായം ആണോ സർക്കാരിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതും ക്ലാരിഫൈ ചെയ്ത് അതിനൊരു വ്യക്തത നൽകി തന്നെ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ അഭിപ്രായമാണ് താൻ പറയുന്നത്. വ്യക്തികൾക്ക് വ്യക്തികളുടേതായ അഭിപ്രായം ഉണ്ടാകും, അത് കാര്യമാക്കേണ്ടതില്ല. പക്ഷെ സർക്കാരിന്റെ അഭിപ്രായമാണ് താൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ ദുർവാശിയാണ് നിലവിൽ ഈ സംസ്ഥാനം അടക്കം, അല്ലെങ്കിൽ സംസ്ഥാനം നേരിടാൻ പോകുന്ന ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കിയത്. സൗമ്യ, അലക്സാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത മാസത്തോടുകൂടി കടുത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകാൻ തുടങ്ങുകയാണ് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്.